വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വളപട്ടണം പുഴയുടെ തീരത്ത് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ്റെ തിരുസന്നിധിയിലാണ്. മടപ്പുരയുടെ മുന്നിലൂടെ ഒഴുകുന്ന വളപട്ടണം പുഴ ശാന്തമായി ഒഴുകുന്നു. അങ്ങ് കിഴക്ക് ഉദയസൂര്യൻ്റെ സൂര്യകിരണങ്ങൾ ഉദിച്ചു വരുന്നതേയുള്ളൂ. സമയം 5:30 മുത്തപ്പൻ്റെ തിരുരൂപം കോലത്തിലേക്ക് മാറുന്ന സമയം തുടങ്ങുകയായി. തിരുതെയ്യങ്ങളായി മഹാവിഷ്ണുവിൻ്റെയും മഹാദേവൻ്റെയും ശക്തിസ്വരൂപങ്ങൾ ഭക്തജനങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും നേരിട്ട് കേൾക്കുവാനും ശാശ്വതമായ പരിഹാരങ്ങൾ തന്ന് അനുഗ്രഹം ചൊരിയാനും ജനമധ്യത്തിലേക്ക് വന്നിറങ്ങുന്ന അസുലഭ നിമിഷങ്ങൾ നമ്മളുടെ മുന്നിൽ നിറയുന്നു. മടപ്പുരയുടെ ഒരു പ്രത്യേകത ബാക്കി എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളതുപോലെ അഴിമതിയോ ദുരാചാരങ്ങൾക്കോ സ്ഥാനമില്ലാതെ ഭഗവാൻ എല്ലാ ഭക്തജനങ്ങളെയും ഒരുപോലെ കാണുന്ന തിരുസന്നിധിയാണ്. ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ യാതൊരുവിധ ഉച്ചനീചത്വങ്ങൾക്കും അവിടെ സ്ഥാനമില്ല. നായരെന്നോ നായാടിയെന്നോ നമ്പൂതിരിയെന്നോ വ്യത്യാസമില്ലാതെ സകലരെയും ഒന്നുപോലെ കണ്ടുകൊണ്ട് എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നേരുന്ന മുത്തപ്പൻ, ആ തൃക്കാലടികളാണ് ഏവരുടെയും ആശ്രയം. ആ തിരുമുൻപിൽ ഒരു നിമിഷം വന്നു നിൽക്കാൻ കഴിയുന്നത് തന്നെ മുജ്ജന്മ സുഹൃതമായി കാണുന്നു. മുത്തപ്പ, നിൻ്റെ നാമങ്ങൾ എത്ര പാടിയാലും, നിൻ്റെ മുത്തപ്പൻ്റെ തിരുസ്വരൂപം എത്ര കണ്ടാലും ഈ കണ്ണിനും ഈ മനസ്സിനും തൃപ്തി വരുമോ മുത്തപ്പ? എന്നും എപ്പോഴും ഓരോ നിമിഷവും മുത്തപ്പൻ ഞങ്ങളുടെ ഉള്ളിലുണ്ട്, ഞങ്ങളുടെ മുന്നിലുണ്ട്. ആ കൈകളിൽ അഭയം കണ്ടെത്തുന്ന ഭക്തരാണ് ഞങ്ങൾ. ആ കൈകളാണ്, ആ രൂപമാണ് ഞങ്ങളുടെ ധൈര്യം, ഞങ്ങളുടെ ശക്തി, ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ധൈര്യം. മുത്തപ്പ ശരണം.